മലയാളിയുടെ മനസ്സിനെ നടുക്കിയ ഒരു സംഭവമായിരുന്നു കൊല്ലത്തെ വിസ്മയയുടെ ആത്മഹത്യ. ഭർത്തൃ വീട്ടിൽ നിരന്തരമായുണ്ടായ സ്ത്രീധന പീഡനത്തെ തുടർന്ന് BA-MS വിദ്യാർത്ഥിയായ വിസ്മയ തൻ്റെ ചെറുപ്രായത്തിൽ ജീവനൊടുക്കുകയായിരുന്നു. നിരന്തരമായി ഭർത്താവ് കിരൺകുമാർ നൽകിയ സ്ത്രീധന പീഡനം, ആ പീഡനത്തിൽ മനംനൊന്ത് സ്വന്തം വീട്ടുകാർ പോലും സംരക്ഷിക്കാനില്ല എന്നുള്ള ആ വേദനയിൽ ഒടുവിൽ ഒരു മുഴം കയറിൽ തൻ്റെ ജീവിതം അവസാനിപ്പിക്കുകയായിരുന്നു 21-കാരിയായ വിസ്മയ എന്ന പെൺകുട്ടി. കൊല്ലത്ത് ആദ്യമായിട്ടല്ല സ്ത്രീധന പീഡനത്തിന്റെ പേരിൽ പെൺകുട്ടികൾ കൊല്ലപ്പെടുന്നത്. എന്നാൽ വിസ്മയ മലയാളികളുടെ മനസ്സിൽ ഒരു തീരാ നോവായി മാറി. ഒരു സുന്ദരിയായ പെൺകുട്ടി, വലിയ കാലം ജീവിക്കാൻ വളരെയധികം സ്വപ്നങ്ങൾ കണ്ട ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയെ കൊടും ക്രൂരനായ ഒരു ഭർത്താവ് സ്ത്രീധനത്തിന്റെ പേരിൽ, സ്വർണം കുറഞ്ഞുപോയതിന്റെ പേരിൽ, ഭർത്തൃ വീട്ടിൽ നിന്ന് ലഭിച്ച കാറിന്റെ ആഡംബരം കുറഞ്ഞു എന്നതിന്റെ പേരിൽ ക്രൂരമായി പീഡിപ്പിച്ച് തല്ലിച്ചതച്ചതിന്റെ ഫലമായി ആ പെൺകുട്ടി ജീവിതം തന്നെ അവസാനിപ്പിച്ചു. ആ പെൺകുട്ടി വീട്ടുകാരോട് തൻ്റെ യാതനകളും വേദനകളും വിളിച്ചു പറഞ്ഞുവെങ്കിലും ആ പെൺകുട്ടിയെ ആശ്വസിപ്പിക്കുകയോ കൂട്ടിക്കൊണ്ടു പോകുകയോ ആയിരുന്നില്ല ആ കുടുംബം ചെയ്തത്. മറിച്ച് കുടുംബത്തിന്റെ അന്തസ്സും ആഭിജാത്യവും കാത്ത് ഭർത്താവിന്റെ പീഡനങ്ങൾ ഏറ്റുകൊണ്ട്, ഭർത്താവിന്റെ പീഡനങ്ങൾ സഹിച്ച ഭർത്തൃ വീട്ടിൽ നിൽക്കാനായിരുന്നു ആ പെൺകുട്ടിയോട് വീട്ടുകാർ പറഞ്ഞത്. ഒടുവിൽ ആ വിസ്മയ എന്ന പെൺകുട്ടി ജീവിതം അവസാനിപ്പിച്ചപ്പോഴാണ് മലയാളി മനസ്സ് തേങ്ങിക്കരഞ്ഞത്. ആ കൊടും ക്രൂരനായ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായ കിരൺകുമാർ, ഒരു ഔദ്യോഗിക ജോലി ഉണ്ടെന്ന്, ഒരു സർക്കാർ ജോലി ഉണ്ടതിൻ്റെയും ജാള്യതയിൽ, അഹങ്കാരത്തിൽ സ്ത്രീധനം കണക്ക് പറഞ്ഞു വാങ്ങിച്ച ആ കിരൺകുമാറിന് ഒടുവിൽ ആ പരമോന്നത നീതിപീഠം വിധിച്ചത് 10 വർഷത്തെ കഠിന തടവാണ്. കഠിന തടവ് ഒരിക്കലും ഒരു ശിക്ഷയല്ല, കുറഞ്ഞുപോയ ശിക്ഷയാണ് എന്ന് കേരളത്തിന്റെ മനസാക്ഷി പലതവണ പറഞ്ഞു. ഇപ്പോൾ ഈ പറഞ്ഞു വരുന്നത് ആ കിരൺകുമാറിനെ കഴിഞ്ഞ ദിവസം വീടിന് ചുറ്റും ചില ചെറുപ്പക്കാർ ചേർന്ന് പഞ്ഞിക്കിട്ടു എന്നുള്ള വാർത്ത കൊല്ലത്ത് നിന്ന് വരികയാണ്. കൊല്ലത്ത് ശാസ്താംകോട്ടയ്ക്ക് സമീപമുള്ള കിരൺകുമാറിന്റെ വീടിന് സമീപമാണ് സംഭവം. കഴിഞ്ഞ ദിവസം ജാമ്യത്തിലിറങ്ങിയ കിരൺകുമാറിന്റെ വീട്ടിൽ വിശ്രമിക്കുകയായിരുന്നു. ഇതിന് ഇടയിലാണ് 4 ചെറുപ്പക്കാർ ആ വീടിന് മുന്നിലൂടെ കടന്നുപോയത്. ആ ചെറുപ്പക്കാർ വിസ്മയ കേസുമായി ബന്ധപ്പെട്ട് ചില പരാമർശങ്ങൾ നടത്തിയെന്നാണ് പോലീസിന് ലഭിക്കുന്ന പ്രാഥമികമായ വിവരം. ആ പരാമർശങ്ങൾ നടത്തുകയും അവർ പ്രകോപനപരമായി വീടിന് മുന്നിലുണ്ടായിരുന്ന ചില വീപ്പകളിൽ, ചില പാട്ടകളിൽ അവർ മർദ്ദിക്കുകയും ശബ്ദമുണ്ടാക്കുകയും ചെയ്തു. ഇത് കേട്ട് കിരൺകുമാർ പുറത്തിറങ്ങി. സ്വതവേ തന്നെ ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ എന്ന അഹങ്കാരം കിരൺകുമാറിനുണ്ട്. ഇപ്പോൾ ഇതാ കോടതിയുടെ കൂടി പരിരക്ഷയിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഈ ചെറുപ്പക്കാരോട് കയറി അനാവശ്യമായി മുട്ടി. കയ്യിൽ കിട്ടാൻ കാത്തിരുന്ന ചെറുപ്പക്കാർ കിരൺകുമാറിനെ നന്നായി പെരുമാറി. കയ്യിലുണ്ടായിരുന്ന മൊബൈൽ ഫോൺ പിടിച്ചു പറിച്ചു, തല്ലിപ്പൊട്ടിച്ചു. തുടർന്ന് 4 ചെറുപ്പക്കാരും യഥേഷ്ടം പെരുമാറിയതിന് പിന്നാലെ തന്നെ അവശനായ കിരൺകുമാറിനെ റോഡിൽ ഇട്ട ശേഷമാണ് ചെറുപ്പക്കാർ പിന്നീട് സ്ഥലം വിട്ടത്. ഒടുവിൽ വീട്ടുകാർ അറിയിച്ചതിനനുസരിച്ച് ശൂരനാട് പോലീസ് സ്ഥലത്തെത്തി. ശൂരനാട് പോലീസിനും ഈ കിരൺകുമാറിനെ കുറിച്ച് നല്ല മതിപ്പാണ്. അപ്പോൾ ചെറുപ്പക്കാർ ആക്രമിച്ചത് സംബന്ധിച്ച് ഒരു റിട്ടേൺ കംപ്ലൈന്റ് ശൂരനാട് പോലീസിന് നൽകാൻ പോലീസ് ആവശ്യപ്പെട്ടു. അത്തരത്തിൽ ഒരു പരാതി പോലീസ് എഴുതി നൽകി. ഇതാദ്യമായിട്ടല്ല കിരൺകുമാറിന്റെ വീടിന് മുന്നിൽ ഇത്തരം പ്രകോപനപരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. വിസ്മയയുടെ കേസ് ഉണ്ടായതിന് പിന്നാലെ പലപ്പോഴും ചെറുപ്പക്കാർ ബൈക്കുകളിലടക്കം എത്തി കിരൺകുമാറിനെ വെല്ലുവിളിക്കുന്നത് പതിവായിരുന്നു. കിരൺകുമാർ ജാമ്യത്തിലിറങ്ങി നാട്ടിലിറങ്ങാൻ കാത്തിരിക്കുകയായിരുന്നു ഒരു കൂട്ടം ചെറുപ്പക്കാർ. കാരണം വിസ്മയ എന്ന പെൺകുട്ടി അനുഭവിച്ച വേദന, അത് മലയാളിയുടെ മനസ്സിലുണ്ടാക്കിയത് അത്രത്തോളം വിഷമമാണ്. ഒരു സഹോദരിയുള്ള, ഒരു പെങ്ങളുള്ള, ഒരു മകളുള്ള ആരും ചെയ്തു പോകാവുന്ന ഒരു വികാരമാണ് ഈ ചെറുപ്പക്കാർ ചെയ്തത് എന്നുള്ളതാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്തായാലും വിസ്മയയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഈ ആക്രമണത്തിന് പങ്കില്ല എന്നാണ് ഇപ്പോൾ ശൂരനാട് പോലീസ് നൽകുന്ന പ്രാഥമികമായ വിവരം. ഇത് മറ്റെന്തെങ്കിലും തരത്തിലുള്ള വ്യക്തിവൈരാഗ്യമായിരിക്കാം. ഈ ചെറുപ്പക്കാരോട് കിരൺകുമാർ ഏതെങ്കിലും രീതിയിൽ മോശമായി പെരുമാറിയിരിക്കാം. അതിൻ്റെ ഫലമായിട്ടായിരിക്കാം ഇത്തരമൊരു ആക്രമണമെന്നാണ് ഇപ്പോൾ ശൂരനാട് പോലീസ് തന്നെ നൽകുന്ന വിവരങ്ങൾ. ആ ചെറുപ്പക്കാരെ കണ്ടലറിയാവുന്ന 4 ചെറുപ്പക്കാർക്കെതിരെ ഇപ്പോൾ ശൂരനാട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ വാർത്ത സോഷ്യൽ മീഡിയയിൽ വന്നതിന് പിന്നാലെ ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വരുന്ന കമന്റുകൾ അതീവ രസകരമാണ്. 4 യുവാക്കൾക്ക് 1 കോടി ബിഗ് ബോസ് നൽകണം, സല്യൂട്ട് എന്നാണ് ഒരു കമന്റ്. സൂപ്പർ, ഇത് കുറച്ചു മുമ്പേ വേണ്ടതായിരുന്നു. ദേഹോപദ്രവത്തിന്റെ വേദന, ആ വേദന അവനും കൂടി അറിയണമല്ലോ. അടി കൊടുക്കാനുള്ളത് മാത്രമല്ല, അത് ഇടയ്ക്കിടെ ഇരന്ന് വാങ്ങാനുള്ളതും കൂടിയാണ്. ആ യുവാക്കൾക്ക്, 4 യുവാക്കൾക്ക് 1000 അഭിനന്ദനങ്ങൾ.
കിരൺകുമാറിന് കിട്ടിയത് കുറഞ്ഞുപോയി എന്നാണ് മറ്റൊരു കമന്റ്. മിടുക്കന്മാർ, അഭിനന്ദനങ്ങളെന്ന് ആ ചെറുപ്പക്കാരെ അഭിനന്ദിക്കുന്നു സോഷ്യൽ മീഡിയ. ആരാണ് കിരൺകുമാറിന് 2 അടി കൊടുത്താലും അത് നന്നായി. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ പഞ്ഞിക്കിടണം, അതിനായി താഴ്മയായി അപേക്ഷിക്കുന്നു. ജയിൽ ശിക്ഷ ഒരു പേരിന് മാത്രമേ ഉള്ളൂ. ശമ്പളം 625 രൂപ വേറെയും. ഇതെല്ലാം കിട്ടിയാലേ അവൻ പഠിക്കൂ. എന്താ ഒരു ആശ്വാസം, സമാധാനം വിസ്മയെ ഓർക്കുമ്പോൾ. ഷൈനി ഇത്ര രാഹുൽ കാരണം മനസ്സ് ചത്തിരിക്കുന്ന പുറത്തു പറയാൻ പേടിയുള്ളതുപോലെ നിഷ്കളങ്കരായ എത്രയോ പെൺകുട്ടികൾ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നുണ്ടാകും. അങ്ങനെ ഈ 4 ചെറുപ്പക്കാരെ വാതോരാതെ പ്രശംസിക്കുന്നതാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകൾ ഏറെയും. എന്തായാലും കേരളത്തിന്റെ മനസാക്ഷി ഒരു കാലത്ത് കാത്തിരുന്ന ആ 4 പെടയാണ് ചെറുപ്പക്കാർ കിരൺകുമാർ എന്ന അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർക്ക് കൊടുത്തത് എന്നതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. എന്തായാലും ആ 4 ചെറുപ്പക്കാർക്കെതിരെ ശൂരനാട് പോലീസ് കേസെടുത്തിരിക്കുന്നു. ജാമ്യം റദ്ദായി തിരികെ ജയിലിലേക്ക് പോകാൻ കാത്തിരിക്കുകയാണ് കിരൺകുമാർ. അതിനു മുൻപ് ശൂരനാട്ടെ ഈ വീട്ടിലേക്ക് അതുപോലെ ഇനിയും ആക്രമ സംഭവങ്ങൾ ഉണ്ടാകുമോ എന്നുള്ളത് പോലീസിനെ കുഴക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ വീട്ടിൽ കിരൺകുമാറിന്റെ ഈ വീടിന് ചുറ്റും പോലീസിന്റെ പെട്രോളിംഗ് ശക്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. തന്റെ ഫോൺ തട്ടിയെടുത്തുവെന്നും ആക്രമണത്തിനിടയിൽ പല രീതിയിൽ തന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും കിരൺകുമാർ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ കിരൺകുമാറിന്റെ ഈ മൊഴി പൂർണ്ണമായും പോലീസ് സംഘം മുഖവിലേക്ക് എടുത്തിട്ടില്ല. എന്തായാലും വ്യക്തിവൈരാഗ്യത്തിന്റെ പേരിലുണ്ടായ അടിപിടിയായിട്ടാണ് പോലീസ് ഇപ്പോൾ പ്രാഥമികമായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിനെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ പോലീസ് ആരംഭിച്ചിട്ടുമുണ്ട്.